ഹലോ ഡിയേഴ്സ്, അപ്പോൾ +1 ഒക്കെ കഴിഞ്ഞു. +2 എൻ്റർ ചെയ്യുന്ന ഒരു ടൈമാണ്. പലരും ആകാംക്ഷയിലായിരിക്കും. +2 ഡിഫിക്കൽട്ട് ആണോ, എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവും. അപ്പം നമുക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്താലോ? നിങ്ങൾ വിചാരിക്കും +2 കുറച്ച് ഹയർ ലെവലാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ചില സബ്ജക്റ്റുകൾ +2 വളരെ ഈസിയാണ്. അപ്പം അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പം നേരെ അങ്ങ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ ഏപ്രിലിലായിട്ടുള്ളൂ. അടുത്ത മാർച്ച് വരെ പോകാനുണ്ട്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പം അതിനകത്ത് പലർക്കും തുടക്കത്തിലൊക്കെ ഒരു വലിയ ഒരു മോട്ടിവേഷൻ, ഒരു ഡോപ്പമിൻ കിക്കൊക്കെ അങ്ങ് കിട്ടും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ലാഗ്, പെൻഡിങ് ഒക്കെ വന്നിട്ട് അതങ്ങോട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം വീഡിയോകളുടെ ഒക്കെ താഴെ കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പേര് അത്തരത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. സാറേ, ആദ്യമൊക്കെ പഠിച്ചു, പക്ഷെ ഇടക്ക് പെൻഡിങ് ആയി, പിന്നെ അങ്ങ് ആ ഒരു മോട്ടിവേഷൻ, കണ്ടിന്യൂറ്റി ഒക്കെ അങ്ങ് പോയി. ഇനി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം വീണ്ടും പഠിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്ന ഒരുപാട് പേര് അങ്ങനെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ആയി പോകരുത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷന്, ടിപ്സ്, ട്രിക്സ്, സ്ട്രാറ്റജീസ്, ബയോളജി ഈ ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ആദ്യം പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇനി പലരും നീറ്റ്, അതുപോലെ തന്നെ കീം, അത്തരത്തിൽ എക്സാമുകൾ, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാലാണ് ക്വസ്റ്റനൊക്കെ ചെയ്യാൻ പറ്റുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ +2 ലെവലിലല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, കോമ്പറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. പെയ്ഡ് ലെവലിൽ നിൽക്കുന്ന കോണ്ടന്റ്സ് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നൽകുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ട്യൂഷനൊക്കെ പോകാൻ സാധിക്കാത്ത, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആ ചങ്കുകൾക്കൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കൂടുതൽ സപ്പോർട്ട് വരുമ്പോൾ ഒരുപാട് ഇപ്പം ഇത്തവണ നമ്മൾ കഴിഞ്ഞ വർഷം PYQസും ഒക്കെ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇത്തവണ നമുക്ക് NCERT കൂടി ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്യൂഷന് പോകാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്താലും, ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങ് കാർഡ് കയറി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ആണ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത്. മാത്സ് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ +1 +2 നമ്മൾ കമ്പയർ ചെയ്യും. മാത്രമല്ല അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാലേ +2 നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കുകൾ പലരും എന്ത് ചെയ്യാന്നറിയാം, അവസാനം തിരിച്ചറിയാം. ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പോയാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മൾ അടിപൊളിയായിട്ടുള്ള പെയ്ഡ് ലെവലിൽ നിൽക്കുന്ന കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ നേരെ പോവാണ്. +1 മാത്സ് ഞാൻ പറയാം ഭയങ്കര എളുപ്പമാണ്. എന്നാൽ +2 മാത്സ് എന്നറിയോ, ഇത് കണ്ടില്ലേ, റെഡ് കുറെ ഡിഫിക്കൽട്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ് ഒക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിഫറൻഷ്യബിലിറ്റി അത്യാവശ്യം മനസ്സിലാക്കി പഠിക്കാനുണ്ട്. കുറച്ച് നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ആണെങ്കിലും ക്വസ്റ്റനൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽസ് ആണ് ഏറ്റവും അധികം +2 കുട്ടികൾ ബുദ്ധിമുട്ടാന്ന് പറയുന്ന, മാത്സിൽ ബുദ്ധിമുട്ടാന്ന് പറയുന്ന ഭാഗം. കാരണം ഒരുപാട് പഠിക്കാണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതും കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ നീല മാർക്ക് ചെയ്തത് ഏകദേശം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ +1 പ്രോബിലിറ്റി പോലെ ഇല്ല കേട്ടോ. +2 പ്രോബിലിറ്റി കുറച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗ്രീൻ മാർക്ക് ചെയ്തൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതും, ബ്ലൂ ഒരു മീഡിയം ലെവലും, റെഡ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഉള്ള ടോപ്പിക്സുമാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എളുപ്പമുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ പാസ് മാർക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും +2 +1 ഒക്കെ അതിനകത്ത് പാസ്സാവാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് പാസ് മാർക്കല്ലല്ലോ വേണ്ടത്. നമുക്ക് A+, അതിനകത്ത് നിങ്ങൾ കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്കൊരു കുന്നിമണിയോളം കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ ഈ A+, നമ്മൾ ഫുൾ സ്കോർ ടാർഗറ്റ് വെച്ചാലേ നമുക്ക് A+ എങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ +2 മാത്സ് കുറച്ച് ഹയർ ലെവലാണ്. കാരണം ഈ ഡിഫറൻഷിയേഷന്, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഒക്കെ എന്താണ് കുറച്ച് ഹൈ ലെവലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്പം പേടിക്കാനൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാത്സ് ആ ലെവലിൽ തന്നെ പോകണം. അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പെൻഡിങ് ഒന്നും വരാതെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് പാസ് മാർക്കിനുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ പാടാണ് എന്നാണ് +1 മാത്സിനെ നോക്കുമ്പോൾ +2 മാത്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. +1 മാത്സ് വളരെ സിമ്പിളായിരുന്നു. അപ്പം ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഫിസിക്സ് ആണ്. അതുപോലെ തന്നെ മറ്റ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ അക്കാദമിക്സ്, നമ്മുടെ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട PYQs, NCERT ക്വസ്റ്റ്യൻസ്,
അതുപോലെ ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, മറ്റ് ട്രിക്സ്, സ്ട്രാറ്റജീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഈ വീഡിയോ നിർത്തുന്നു. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.